മെസ്സേജ് സ്യൂട്ടബിൾ ആകണമെന്നല്ല, ബട്ട് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് അൺക്ലിയർ ആയിട്ടുള്ള മെസ്സേജുകളാണ് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫ്രം ദ സ്ട്രെങ്ത് കാർഡ് എനിക്ക് തോന്നുന്നത് ഒരു ചിലപ്പോൾ മേ ബി 8 മണിക്കൂർ, ഓക്കെ 8 എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മേ ബി അത് 8 വർഷമാകാം, എനിക്കറിയില്ല നിങ്ങൾ എത്ര ലോങ് പീരീഡ് ആണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ലവിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടുന്നതായിട്ട്, ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് അവർ കുറച്ചും കൂടി നമ്മുടെ അടുത്ത് തുറന്ന് പറയുന്ന ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഭയങ്കരമായൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾക്കും അത് ഈ ഒരു സമയങ്ങളിൽ ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെന്റെ അടുത്ത് തിരിച്ചു വരും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി എന്റെ മാനിഫെസ്റ്റേഷന്റെ പവർ കൊണ്ടാണോ, പക്ഷെ യൂണിവേഴ്സ് എനിക്ക് ഈ ഒരു പേഴ്സൺ, ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി എന്റെ ജീവിതത്തിൽ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വൈബ്രേഷൻ. അതായത് നമുക്ക് ഉള്ളിൽ നിന്നൊരു എനർജി വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ ഒരു വൈബ്രേഷൻ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ പൊളിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ആണ്, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പറ്റി ഏറെക്കുറെ നാളായിട്ട് ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ആ പേഴ്സൺ ആ സാഹചര്യങ്ങളെ കുറിച്ച് പിന്നെയും പിന്നെയും ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മേജർലി നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ പ്രശ്നം ഉണ്ടായതിന്റെ റീസൺ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും തുറന്ന് സംസാരിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ തുറന്ന് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ദേഷ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോകും.